ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. കമ്മ്യൂണിക്കേഷനിലെ ലാസ്റ്റ് പാർട്ടാണ്, പാർട്ട് 3, വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വൊക്കാബുലറി അല്ല, വെർബലായിട്ട് നമ്മൾ പറയുന്നതാണ് എന്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ ടു അണ്ടർസ്റ്റാൻഡ് മെയിൻലി അല്ലേ, വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ടു മെയിൻലി. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ക്യാൻ ഓൾസോ എന്താണ് ആക്ഷൻസ്, അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ഇതാണ് വേർഡ്സ്, ഓറൽ ഓർ റിട്ടൺ. ഓറൽ ആൻഡ് റിട്ടൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഓറൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചിട്ടുള്ള, നമ്മൾ ഫേസ് ടു ഫേസ് ഉള്ള സംസാരങ്ങൾ, അതെന്താണ് ഓറലാണ്. റിട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി അല്ലേ, അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസ് രണ്ട് തരത്തിലാണ് ഉള്ളത്. മോസ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ഓൾസോ ബോഡി ലാംഗ്വേജ് അല്ലേ. നമ്മളിപ്പോൾ ഒരു സംസാരം, ഇപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ബോഡി ലാംഗ്വേജ് വെച്ച് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള, അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷനിലെ ഒരു പ്രധാനപ്പെട്ടതാണ് എന്ത് ബോഡി ലാംഗ്വേജസ് എന്ന് പറയുന്നത്, നമ്മുടെ ആക്ഷൻസ് എന്ന് പറയുന്നത്, അതൊക്കെ നമ്മൾ എന്താണ് ബോഡി ലാംഗ്വേജസ് ആണ്. ഒരു വ്യക്തിൻ്റെ എല്ലാ ആക്ഷൻസും അല്ലെങ്കിൽ അത് നമുക്ക് നല്ല ഒരു, ഇപ്പം നമുക്കൊരാളോട് ദേഷ്യമാണെങ്കിൽ നമുക്കത് കാണിക്കാനുള്ളത് എന്തെന്ന് നമ്മൾ ഫേസിൽ വരുന്ന ഇതാണ് അല്ലേ. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പോൾ ഒരാളെ കണ്ടാൽ ചിരിക്കുന്നത്, ആ ചിരി എന്ന് പറയുന്നത് നമ്മുടെ പ്ലസൻ്റ് മൈൻഡിനെയാണ്, അതൊരു കമ്മ്യൂണിക്കേഷനാണ്. പിന്നെ നമ്മൾ ഒരാളെ കണ്ടത് അത് ചെയ്യരുത് എന്ന് പറയും. നമ്മളിപ്പോൾ കുറേ ആൾ കൂടിയ സ്ഥലത്താണെങ്കിൽ ഒരു കുട്ടീനോട് അത് ചെയ്യരുത് എന്ന് നമ്മൾ പറയുമ്പോഴേ നമുക്കത് പറയാൻ പറ്റുന്നില്ല, വെർബലായിട്ട് പറയാൻ പറ്റുന്നില്ല, നമ്മളത് ആക്ഷൻസിലൂടെ കാണിക്കും. കണ്ണുകൊണ്ട് കാണിക്കും അല്ലെങ്കിൽ കൈ കൊണ്ട് കാണിക്കും. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻസും ഉണ്ട്. ഏതിലുള്ളത്? ഇല്ലുള്ളത് വെർബൽ ആൻഡ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൽ. അപ്പം എന്താണ് വെർബൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വെർബൽ കമ്മ്യൂണിക്കേഷനർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്? കമ്മ്യൂണിക്കേഷൻ എന്നതിൽ അണ്ടർസ്റ്റാൻഡായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഈസ് അതിൻ്റെ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. വെർബൽ കമ്മ്യൂണിക്കേഷനിൽ തന്നെ നമുക്ക് എന്താണ് ത്രൂ വാക്കിലെ വേർഡ്സ് ആണ് എന്ത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദിസ് ക്യാൻ ഒക്കർ വിത്ത് 2 modes, കോൾ ഓറൽ ആൻഡ് റിട്ടൺ. രണ്ട് തരത്തിലാണുള്ളത്, ഓറലായിട്ടും റിട്ടൺ. എ ഗ്രേറ്റ് പെർസെൻറ്റേജ് ഓഫ് അവർ കമ്മ്യൂണിക്കേഷൻ ഈസ് ഓറൽ കമ്മ്യൂണിക്കേഷൻസ്, ബട്ട് ഫോർമൽ സിറ്റുവേഷൻസ് കമ്മ്യൂണിക്കേഷൻസ് ഈസ് റിക്വയേർഡ്. അതായത് സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് എവരി വൺ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ആൻഡ് റൈറ്റിംഗ് എന്ന കമ്മ്യൂണിക്കേഷൻസിനനുസരിച്ചിട്ട് സിറ്റുവേഷൻസിനനുസരിച്ച് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്ലായിട്ട് കൊണ്ടുവന്നത്. സൈക്കോളജി ലാക്ക് ഓഫ് ടെക്നിക് വേർ ദ കമ്മ്യൂണിക്കേഷൻ ലിറ്റിൽ ലൈറ്റർ. ഇറ്റ്സ് an important for communicating effectively. It's more effectively used combination to required to. അപ്പം രണ്ട് തരത്തിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഓറലും ഒന്ന് വെർബലും, മറ്റൊന്ന് നോൺ വെർബല്. ഈ വെർബൽ തന്നെയാണുള്ളത് ഓറൽ റിട്ടേൺ എന്ന് പറയുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. മറ്റേത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ്. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ആണ് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഓറൽ മോഡ്സ് എന്ന് പറയുന്നത് ഉള്ളത് എന്നാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ഒതൻറ്റിഫിക്കേഷൻ ഈസ് നീഡഡ് ബിറ്റ്വീൻ ഓഫീസർ, പേഴ്സണൽ സെക്യൂരിറ്റി ജേർണലിസ്റ്റ് ആൻഡ് ഹെർ. ഐ ഹേർഡ് ഫ്രം റിലയബിൾ സോഴ്സസ്. പേഴ്സണൽ ഒതൻറ്റിഫിക്കേഷൻ നീഡഡ് ആയിട്ടുള്ളിടത്ത് എന്താണ് മോഡ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻസ്. സോഷ്യൽ ഗ്രിഗറേഷൻ നീഡ് ടു ബി അതായത് പൊതുവായ ഒരു സൊസൈറ്റിയിലുള്ള ഒരു ഗ്രിഗറേഷനിൽ നീഡാണുള്ളത്. നമ്മളിപ്പോൾ സംസാരം സ്പീക്കിംഗ് എന്ന് പറയുന്നത്, പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ചർച്ചകൾക്ക്, അതൊക്കെ എന്താണ് അത് ഒരു ഓറലാണ്. വാംത്ത് ആൻഡ് പേഴ്സണൽ ക്വാളിറ്റീസ്, അതായത് ഒരു ഗ്രൂപ്പായിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പായിട്ടുള്ള പേഴ്സണൽ ക്വാളിറ്റീസ് ആർ കോൾഡ് ഗ്രൂപ്പ് ഓഫ് ടീം ഇൻ്ററാക്ഷൻസ്. പിന്നെ എക്സിക്യൂട്ടഡ് പെർസിക്യൂഷൻ ആൻഡ് നോട്ട് വാലിഡിറ്റി, ഇമ്പോർട്ടൻറ്റ് ബ്രെയിൻ സ്ട്രോമിങ് ഫോർ ഐഡിയാസ്. നമ്മൾ പുതിയ ഓരോന്നും ചെയ്യുമ്പോഴും നമുക്കുണ്ടാവുന്ന ബ്രെയിൻ സ്ട്രോമിങ്. സിറ്റുവേഷൻസ് ഡിമാൻഡ് മാക്സിമം അണ്ടർസ്റ്റാൻഡിങ് പ്രോബ്ലം ഡിഫറൻസസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്. അറ്റ്മോസ്ഫിയർ ഓപ്പണൻസീസ് ഡിസൈഡ്. ഇതിനനുസരിച്ചിട്ടുള്ള ഇതാണ്. ആഡഡ് ഇമ്പോർട്ടൻറ്റ് റിസീവർ ഫോക്കസ്. എക്സാമ്പിൾ chairperson of an organization. Added impact on needed to get a receiver focus.
ഓക്കെ. നെക്സ്റ്റ്, ഡിസിഷൻ ഓഫ് ഇൻഫോർമേഷൻ ഹാവ് ടു ബി കമ്മിറ്റഡ് ക്വിക്കലി. നമുക്ക് ഇതിലുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന തരത്തിൽ ഇൻഫോർമേഷൻസ് ചെയ്യുന്നത് ഏതിലാണ്? അതിലുള്ള ഒരു പോയിന്റ് വൈസ് ആയിട്ട് വെർബലിൽ വേറീസ് ഓറൽ മോഡ് എന്നുള്ളതിലുള്ള ഒരു കണ്ടന്റ് ആണ് കേട്ടോ. അത് അത്ര ഇതാണ്. കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ് ടു ബി ഡിസ്കസ്ഡ്, എക്സ്ചേഞ്ച് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻഫോർമേഷൻസ് അബൌട്ട് ഓർഗനൈസേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഇൻ ദ പ്രോസസ് ഓഫ് അപ്പോയിൻമെന്റ്, പ്രൊമോഷൻ, സെലക്ഷൻ, ഇൻഡിവിജ്വൽ പീരിയഡ് ഓഫ് ആൻ ഡിസ്കഷൻ മേ ബി റെക്കോർഡഡ് ഇൻ റൈറ്റിംഗ്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വെർ ഇസ് റിട്ടേൺ മോഡ് യൂസ്. എവിടെയൊക്കെയാണ് നമ്മൾ റിട്ടേൺ മോഡ് യൂസ് ചെയ്യുന്നതെന്നാണ്. വെർ ഇൻഫോർമേഷൻ ഹാസ് ടു ബി സ്റ്റോർഡ്. നമ്മൾ എവിടെയൊക്കെയാണ് റിട്ടേൺ എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടടുത്താണ് നമ്മൾ ഏത് ഉപയോഗിക്കുക? റിട്ടേൺ മോഡ് കമ്മ്യൂണിക്കേഷൻസ് ഉപയോഗിക്കുക. ഒന്ന്, നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടടുത്ത് ദ റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ഐഡിയ. നമ്മൾക്ക് തന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇതിൻ്റെ എന്ന് പറയുന്നത് റിലയബിലിറ്റി ഉള്ളതാണ്, വാലിഡിറ്റി ഉള്ളതും ആയിരിക്കും എന്നുള്ളതുണ്ടെങ്കിൽ അത് ഒരു ഡിസിഷൻ മേക്ക് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളടുത്താണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും? റിട്ടേൺ മോഡ് യൂസ്ഡ് ഉപയോഗിക്കും. The verification of and authentications of an idea are important. വെരിഫിക്കേഷനും ഒതൻറ്റിക്കേഷനും ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് ഇപ്പോൾ ഒരു മെമ്മോ ഒരു സുപ്പീരിയർ ഓഫീസർക്ക് ഒരു മെമ്മോ കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് റെഫറൻസസ് ആണ്. ആസ് എൻ ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ UGCക്കൊക്കെ JRF അങ്ങനെയുള്ള റെഫറൻസുകൾ നമ്മൾ നടത്തും. അപ്പോൾ അങ്ങനെയുള്ള റിസർച്ച്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റിസർച്ചിന് ഉപയോഗിക്കുന്നതെടുത്ത് നമ്മൾ ഏതാണ് ഉപയോഗിക്കുക? റിട്ടേൺ ആണ് ഉപയോഗിക്കുക. റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സപ്ലിമെൻറ്റ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. ഇതിൻ്റെ മിനിറ്റ്സ്, മീറ്റിങ്ങുകൾ, അതിനൊക്കെ നമ്മൾ റിട്ടേൺ ആക്കുക. ക്രൂഷ്യൽ ഡിസിഷൻ ആൻഡ് ആക്ഷൻസ് ടു ബി കൺസിഡേർഡ്. അതായത് പ്ലാൻസുകൾ, പ്രപ്പോസലുകൾ, അങ്ങനെയുള്ള നമ്മൾ ക്രൂഷ്യൽ സിറ്റുവേഷൻസിലും നമ്മൾ റിട്ടേൺ ആണ് ഉപയോഗിക്കുക. കമ്മ്യൂണിക്കേഷൻ സബ്ജക്റ്റ് റിവ്യൂ ആൻഡ് റീകൺസിഡറേഷൻസ്. നമുക്ക് കമ്മ്യൂണിക്കേഷൻ നമുക്ക് തരുന്നതിൽ നമ്മൾ റിട്ടേൺ ആയിട്ടുള്ള ഇതിൽ ഗോൾസും പെർഫോമൻസിനും അപ്രൈസ് ചെയ്യുന്നിടത്തും നമ്മൾ ഏത് ഉപയോഗിക്കുക? റിട്ടേൺ കമ്മ്യൂണിക്കേഷനാണ് ഉപയോഗിക്കുക. പിന്നെ പേഴ്സണൽ പ്രസൻസ് ഈസ് നോട്ട് റിക്വയർഡ്. എക്സാമ്പിൾ, സർക്കുലേറ്റിംഗ് ഹോളിഡേയ്സ് ഫോർ ഓർഗനൈസേഷൻസ് ഗുഡ് എൻഡ് ഓഫ് ദ ഇയർ. പേഴ്സണൽ പ്രസൻസ് ഈസ് നോട്ട് റിക്വയർഡ് ആയ സ്ഥലത്ത് കമ്മ്യൂണിക്കേറ്റർ നീഡ് എക്സ്റ്റെൻഡ് ഹിംസെൽഫ് ടൈം ആൻഡ് സ്പേസ്. എക്സാമ്പിൾ, ലെറ്റർ ഫ്രം കമ്പനി, ഹെഡ്, കൺട്രി, അക്കൗണ്ട്, ദ വേർഡ്. അപ്പം എവിടെയൊക്കെയാണ് നമ്മൾ റിട്ടേൺ വേർ ഇസ് ദ റിട്ടേൺ മോഡ് ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേതൊക്കെ സ്ഥലം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഭാഗങ്ങളിൽ, പിന്നെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റിസർച്ചുകളിൽ, പിന്നെ വെരിഫിക്കേഷൻ വേണ്ടടുത്ത്, പിന്നെ ഒബ്ജക്റ്റീവ് റെഫറൻസ് ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് വരുന്നിടത്ത്, പിന്നെ സപ്ലിമെൻ്ററി കമ്മ്യൂണിക്കേഷൻസ് ഉള്ളിടത്ത്, പിന്നെ ക്രൂഷ്യൽ ഡിസിഷൻസും ആക്ഷൻസും വരുന്നിടത്ത്, അങ്ങനെയുള്ളിടത്തൊക്കെ നമ്മൾ ഇതാണ് ഉപയോഗിക്കുക? റിട്ടേൺ ആണ് ഉപയോഗിക്കുക. ഓക്കെ. നെക്സ്റ്റ് വൺ, വേർ ഈസ് ബോത്ത് മോഡ് ആർ യൂസ്ഡ്. അതായത് വെൻ പീപ്പിൾ ആർ എക്സ്പെക്റ്റഡ് ടു ക്യാരി ഹോം. എക്സാമ്പിൾ, ആഫ്റ്റർ ബ്രെയിൻ സ്റ്റോമിങ്. അതായത് നമ്മുടെ മോഡിനനുസരിച്ചിട്ടുള്ള ഇതിനെ കുറിച്ചാണ്. വെൻ ഫോളോ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് നെസസറീസ്, അങ്ങനെയുള്ളത്. വെർ ബോത്ത് ക്ലാരിറ്റി ആൻഡ് ഇമ്പാക്റ്റ് നീഡഡ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അബ്സ്ട്രാക്റ്റ് റിമോട്ട് ക്യാൻ ബി കമ്മ്യൂണിക്കേറ്റഡ്. അതായത് നമ്മളിപ്പോൾ പഴയ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു റിമോട്ടിൽ നമ്മൾ നിലനിൽക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കമ്മ്യൂണിക്കേഷൻ വഴി എത്തിയിട്ട് അങ്ങനെയുള്ള ഇടത്തൊക്കെ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഇതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഓൾ കമ്മ്യൂണിക്കേഷൻ കൺവേ മെസ്സേജ് നീഡ് നോട്ട് ടു വെർബൽ. എല്ലാ മെസ്സേജും നമുക്ക് വെർബലിലൂടെ പറയാൻ പറ്റൂല, ഇല്ലേ? നമുക്ക് മെസ്സേജ് എങ്ങനെ പറയാം? കൺവേ ടു മെസ്സേജ് വഴി. നമുക്ക് പറയാൻ പറ്റുന്നത് മെസ്സേജ് വഴി അല്ലെങ്കിൽ വെർബലായിട്ട് പറയാൻ പറ്റാതെ നമ്മൾ എങ്ങനെ പറയാം? നമ്മുടെ ഫീലിങ്സ്, കൺവേ ടു ഫീലിങ്സ് ഇൻ ഏതാ? നമ്മുടെ സ്മൈല്, സൈലൻസ്, ആങ്കർ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഏതിലാണ് വിടുക? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിലാണ് ആക്കുക. ആ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് വേർഡ്സ്, ഇറ്റ്സ് നമ്മുടെ എക്സ്പ്രഷൻസ്, ഫീലിങ്സ് നമ്മൾ കൺവേ ചെയ്യുന്നത് ഏതിലാണ്? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിലാണ്. ഓക്കെ. അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ സിമ്പിൾസ്, സൈന്, സൗണ്ട്, ഈവൻ നമ്മുടെ ഐ
കോണ്ടാക്റ്റ് വരെ അല്ലെങ്കിൽ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ വരെ, ഒരു ബോഡി പോസ്റ്റർ വരെ നമുക്ക് ഇതിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിൽ നമുക്ക് പെടുത്താം. അത് നമ്മുടെ ടോട്ടലി ഫിസിക്കൽ അപ്പിയറൻസ് അത് നമ്മൾ ഏതിലാണ് കണക്കാക്കുക? നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിലാണ്. ഇത്രയുമാണ് ഇതിന് മെയിനായിട്ട് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത് സൈലൻസ് ടു ഫോൾ അണ്ടർ ദ ഓൾഡൻ ഡേയ്സ്. അതായത് നമ്മളിപ്പോൾ ഒരു സൈൻ, ഇതിൽ ഞാൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ സൈനും സിമ്പലും ഗ്രേറ്റ്, അത് ഇപ്പോൾ ഒരു എവിടെയെങ്കിലും ഒന്ന് നമുക്കൊരു സംസാരിക്കാൻ പറ്റാത്തൊരു സ്ഥലത്താണെങ്കിൽ നമുക്കതൊരു ഐ കോണ്ടാക്റ്റിൽ നമുക്ക് അവരെ നിർത്താൻ പറ്റുന്നത് അത് ഇതിൽ പെടും, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിലാണ് പെടുക. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ നോൺ വെർബൽ സൈനുകൾ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു യാത്ര ട്രാവൽ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമുക്കൊരു പെട്രോൾ പമ്പ് അല്ലെങ്കിൽ നമ്മൾ ആ ട്രാഫിക് റൂൾസ് ഉണ്ട് അല്ലേ, ട്രാഫിക് സിഗ്നൽസ് നമുക്ക് നോക്കാം. ഓരോ ഇതിനും നമുക്ക് എന്താണ് ഓരോ ട്രാഫിക് സിഗ്നൽ, അത് നമുക്ക് വെർബലായിട്ടല്ല തരുന്നത്. എങ്ങനെയാണ് തരുന്നത്? നോൺ വെർബലായിട്ടാണ് തരുന്നത്. ഹമ്പ് ഉണ്ടെങ്കിൽ, ഒരു സ്കൂൾ ഉണ്ടെങ്കിൽ, പെഡസ്ട്രിയൻ ലൈൻ ഉണ്ടെങ്കിൽ, പിന്നെ പെട്രോൾ പമ്പ് ഉണ്ടെങ്കിൽ, പിന്നെ ചർച്ച്, അമ്പലം, അങ്ങനെയുള്ള ഓരോന്നിനും നമുക്ക് തരുന്നത് എങ്ങനെയാണ്? സൈനുകൾ വഴിയാണ് തരുന്നത്. അത് ഇതിലാണ് പെടുക, നോൺ വെർബലാണ്. സിമ്പിൾസ് എന്ന് പറയുന്നത് അത് ആ പിന്നെ കോമൺ സയൻസുകളിൽ ഉള്ള ഓരോന്ന്. അതിപ്പോൾ നമുക്കൊരു ഹോട്ടൽ കാണണമെങ്കിൽ ഹോട്ടലിൻ്റെ ഒരു ഫുഡിൻ്റെ ഇതുണ്ടാവും. ഇനിയിപ്പോൾ ഒരു ബാറാണെങ്കിൽ ഒരു ഇതിൻ്റെ ഇത് കാണിക്കും. പിന്നെ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ അടിക്കുന്നതിൻ്റെ സിമ്പിൾ, അതൊക്കെ ഒരു സൈനായിട്ട് നോൺ വെർബലായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ സൈനും സിമ്പിൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് ഇതൊക്കെ. അത് നമുക്ക് ഈ സൈൻസും സിമ്പിൾസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്? കൺസിഡർ ഓൾ സിഗ്നൽസ്, എല്ലാ റോൾ ഓഫ് ഓൾ സിഗ്നൽസ് എന്ത് ചെയ്യുന്നത്? അതിനെ കൺസിഡർ ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ബോഡി ലാംഗ്വേജ് ഞാൻ പറഞ്ഞ ഇതുവരെ നമുക്ക് ഫിസിക്കൽ കണ്ടീഷൻസ് വരെ നമുക്ക് ഏതിൽ പെടും? ബോഡി ലാംഗ്വേജിൽ ഉൾപ്പെടുത്താം. സിമ്പിൾസ്, ഇപ്പം നമ്മളിപ്പോൾ ഹാർട്ട് സിമ്പിൾസിൽ മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ ഹാർട്ടിൻ്റെ സിമ്പിൾസ്, ഹാർട്ട് സിമ്പിൾസ് ഫോർ ലവ്, ഹാർട്ട് സിമ്പിൾസ്, പിന്നെന്താണ് വേറെ അങ്ങനെയുള്ള ഓരോ സിമ്പിൾസുകൾ ഉണ്ടാവും അല്ലേ. പിന്നെ ബ്രേക്ക്, അങ്ങനെയുള്ള ഓരോന്നിൻ്റെയും സിമ്പിൾസുകൾ നമുക്ക് ഇതിൽ ഉണ്ട്. നെക്സ്റ്റ് ഗ്രാഫുകൾ, അപ്പോൾ ഒരു റേഷ്യോ, എക്കണോമിക്കൽ റേഷ്യോ കാണിക്കാനാണെങ്കിൽ നമുക്കത് നോൺ വെർബൽ ആയിട്ടല്ല പക്ഷേ അത് ഗ്രാഫിക്കലി നമുക്ക് കാണിച്ചു തരും. അതിന് അങ്ങനെയുള്ള ഗ്രാഫിക്കലും ഇതിൽ പെടും, ഈ ഇതിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിലാണ് പെടുക. പിന്നെ അതിൻ്റെ വെറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് ആണ്, അതിൻ്റെ സ്ട്രക്ചേഴ്സ് ആണ്. അതായത് നെക്സ്റ്റ് സോഷ്യോ സൈക്കോളജിക്കൽ, അതിന് സോഷ്യോ സൈക്കോളജിക്കൽ കോണ്ടാക്റ്റുകൾ, പിന്നെ സോഷ്യോ സൈക്കോളജിക്കൽ ഐ കോണ്ടാക്റ്റുകൾ, ബറീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസും, ഇത്രയും കാര്യങ്ങളാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലുള്ളത്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും, വെർബൽ കമ്മ്യൂണിക്കേഷൻ 2 തരത്തിലുണ്ട്. ആ വെർബൽ എവിടെയൊക്കെയാണ് ആപ്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് ഏതിലൊക്കെയാണ്? ബോഡി ലാംഗ്വേജിൽ, ബറീസിൽ, സോഷ്യോ സൈക്കോളജിക്കൽ, ഇത്രയും കാര്യങ്ങളാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസിലുള്ളത്.